ഫ്രണ്ട്സ്, വെൽക്കം ടു ഷോഫ ശ്രീജിക്കുട്ടൻ വ്ലോഗ്സ്. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നൊരു സ്വീറ്റോടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു അടിപൊളി സ്വീറ്റാണ്, അതായത് നമ്മുടെ ചക്കപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി. ഓക്കെ, ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, കഴിച്ചാൽ നമുക്ക് മതി വരില്ല കേട്ടോ. അതേപോലെ സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. കുറച്ച് ചക്കപ്പഴം കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ, ഇത് ഒരു മുറി തേങ്ങയുടെ പാലെടുത്തതാണ്, തനിപ്പാലാണ്. പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഞ്ചസാര, ഏലക്ക, അതേപോലെ കോൺഫ്ലോർ. ഓക്കെ, ആദ്യമേ തന്നെ നമ്മൾക്ക് ഈ ചക്ക നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഓക്കെ, ഞാൻ ചക്കപ്പഴം അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ചക്ക നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളമായിട്ട് പാലിട്ട് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് ചക്ക തന്നെ അരച്ചെടുത്തതാണ്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് തീയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ നെയ്യ് ഒഴിക്കേണ്ട കാര്യമില്ല. നെയ്യ് ഇതിലൽപ്പം വേവായതിനു ശേഷം നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തീ കൂട്ടിയിട്ട് കൊടുക്കാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. തിളച്ചിട്ടുണ്ട്. ഇത് കയ്യിലൊന്നും തെറിക്കാതെ നോക്കണം. ചക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി നമുക്ക് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഈ ചെറിയ തീയിലിട്ട് തന്നെ റെഡിയാക്കി എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അടുക്കി പിടിച്ചിട്ടും കരിഞ്ഞു പോകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കോൺഫ്ലോർ ഒരു സ്പൂൺ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചക്കയ്ക്ക് നല്ല മധുരം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇനി ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ആവശ്യമെങ്കിൽ മധുരം ഇട്ട് കൊടുത്താൽ മതി. ഒരു കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം. ഓക്കെ, മതി. പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാര എലിയുമ്പോൾ ഒന്നുകൂടെ ലൂസാകും. നമ്മളിതുവരെ നെയ്യൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായതിന് ശേഷം നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ പറ്റി. ഇത് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം, നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന പരുവത്തിൽ. ഓക്കെ, നമുക്ക് കുറച്ച് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കയൊക്കെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഓടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഏകദേശം ഒരു 2-3 മിനിറ്റ് കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് വയ്ക്കാം.
ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചോറ് പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മറ്റേയൊക്കെ അങ്ങ് വലിയ പാത്രം ആയതുകൊണ്ട് വേണ്ട, ഇത് മതി. ഇപ്പോൾ തൽക്കാലം നമ്മൾ ചോറ് പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നെയ്യൊന്നും പുരട്ടിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെ ഇഷ്ടംപോലെ നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല. നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം നമുക്കിത് മുറിക്കാം. നമുക്കൊന്ന് തട്ടിയിടാം. ഞാൻ പാത്രത്തിൽ തന്നെ വെച്ചത് മുറിക്കാൻ നോക്കിയതാണ് കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ പിന്നെ തട്ടി ഇട്ട് കാണിക്കാവുന്നേ വേണ്ടേ. അപ്പം നമ്മുടെ ചക്ക വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിക്കാം. ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ നമുക്കൊരു ജസ്റ്റ് ഒന്ന് കാണാനുള്ള ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് മുക്കിയെടുക്കാം. ഞാനൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അതേപോലെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഒന്ന് വേണം. ഓക്കെ.